സ്തോത്രം. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ദൈവം തന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുവാൻ തന്ന ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായി ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് മിനിസിസിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇപ്രകാരമെല്ലാം നമുക്ക് ഓരോ സാഹചര്യങ്ങൾ ഒരുക്കുവാൻ തക്കവണ്ണം ദൈവം ദാസിയിലൂടെ പ്രവർത്തിക്കുന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കൂട്ടായ്മയിൽ ഇന്നത്തെ മീറ്റിങ്ങിൽ കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും ദൈവനാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ധ്യാനത്തിനായിട്ട് എബ്രായ ലേഖനം അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 7-ഉം 8-ഉം വാക്യങ്ങൾ വായിക്കാം. ഞാൻ വായിക്കാം. പലപ്പോഴും പെയ്ത് മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതുമാകുന്നു. ചുട്ടുകളകാത്രേ അതിൻ്റെ അവസാനം. സ്തോത്രം. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്ന അപ്പാ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ അപ്പാ. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ അപ്പാ. നന്ദി പിതാവേ. താങ്ക് യു ലോർഡ്. അപ്പച്ചൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏവരെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കരങ്ങളിൽ അപ്പച്ചാ ഏഴെ സമർപ്പിക്കുന്ന കർത്താവെ. കടന്നു വന്ന് എല്ലാവരെയും ഏൽപ്പിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ അപ്പച്ചാ. സ്തോത്രം. സഹായിക്കുന്നതിനായി, ഞങ്ങളുടെ ഹൃദയങ്ങളോട് ഇടപെടുന്നതിനായി, ഞങ്ങളിൽ വ്യാപരിക്കുന്നതിനായി, പരിശുദ്ധാത്മ ശക്തി ഞങ്ങളിൽ പകരുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ദൈവത്തിൻ്റെ വചനം ഞങ്ങളിൽ ക്രിയ ചെയ്തിട്ട് കർത്താവ് എന്തുദ്ദേശത്തിന് വേണ്ടി അപ്പച്ചൻ വചനം അയക്കുന്നു അത് ഞങ്ങളിൽ നിവൃത്തീകരിക്കപ്പെടട്ടെ കർത്താവ്. കൃപ തരുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ അപ്പച്ച. സ്തോത്രം. എല്ലാ ക്ഷീണവും ഞങ്ങളുടെ ശരീരങ്ങളിൽ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. എല്ലാ ഹൃദയവും അലേർട്ടായിരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. എല്ലാ അസ്വസ്ഥതകളും ഞങ്ങളെ വിട്ടു മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. എല്ലാവരുടെ ഭവനങ്ങളിൽ ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. അപ്പച്ചാടെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവ് വചനം ശ്രദ്ധയോടെ ശ്രവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുന്നതിനായി സ്തോത്രം. താഴ്ത്തി സമർപ്പിക്കുന്ന അപ്പച്ചൻ എല്ലാ മഹത്വം തരുന്നപ്പ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഈ വചനം ആദ്യം കാണുമ്പോൾ പേടിച്ചൊന്നും പോകണ്ടായിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ എഴുതിയിരിക്കുന്നു എങ്കിൽ തന്നെയും ദൈവത്തിൻ്റെ വചനം നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും നമ്മളെ ഹല്ലേലൂയ. സ്തോത്രം. നമ്മളെ തള്ളിക്കളയുന്നതല്ല ദൈവം. ഹല്ലേലൂയ. നമ്മളെ എപ്പോഴും പണിതെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ വചനത്താലാണല്ലോ നമ്മളിൽ പണി നടക്കുന്നത്. സ്തോത്രം. അപ്പോൾ നമ്മൾ ഇപ്പോൾ വായിച്ച ഭാഗം ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. എത്ര നല്ല ഒരു അനുഗ്രഹിക്കപ്പെട്ടൊരു ഭാഗമാണ്. സ്തോത്രം. ദൈവം ആഗ്രഹിക്കുന്ന ഫലം കായ്ക്കുമെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു പറഞ്ഞിരിക്കുക. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അപ്പം നമ്മുടെ കർത്താവ് നമ്മളെ ഒരിക്കലും കൈവിട്ട് കളയുന്ന ഒരു ദൈവമല്ല. അപ്പം നമ്മൾ ഈ വചനം പഠിക്കുമ്പോൾ നമുക്കറിയാം എബ്രായ ലേഖനത്തിൽ ഈ ലേഖനം അപ്പോസ്തലനായ പൗലോസ് എഴുതുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ പലർക്കും അറിയാവുന്നതാണ്. എങ്കിലും ചെറുതായിട്ടൊന്ന് പറയുവാണെങ്കിൽ പലവിധമായ ഒരു വിശ്വാസത്തിലേക്ക് വന്ന ശേഷം, യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് വന്ന ശേഷം പലവിധമായ ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ അവർക്കൊരു ടെൻഡൻസി ഉണ്ടായി ഈ പഴയ പോലെ അങ്ങ് പോയേക്കാം. സ്തോത്രം. കാരണം ആ പ്രതിസന്ധികളെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. സ്തോത്രം. കുറച്ച് നാളൊക്കെ നിന്നു. അത് കഴിഞ്ഞപ്പോൾ എങ്ങനെയാലും വന്നാൽ ഇതിനേക്കാളും ഭേദം ഞങ്ങൾ പണ്ടത്തെ പോലെ അങ്ങ് പോയേക്കാം എന്നുള്ള അവരുടെ എന്ത് വിട്ടിങ്ങി പോകുന്നു അതിലേക്ക് തിരിച്ചു പോയേക്കാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അവർ നിൽക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. എന്നിട്ട് പിന്നെ നമുക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട് അവർക്ക് പലവിധമായ മറ്റ് കഷ്ടങ്ങൾ കൂടി എല്ലാം പോയപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ വയ്യാതെ വന്നപ്പോൾ. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ആ എബ്രായ ലേഖനം വായിക്കാൻ നമുക്ക് കാണാം. പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് പ്രസാദമില്ല. നമ്മളോ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്ര നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ പറയുമ്പോൾ പലവിധമായ പ്രതിസന്ധികൾ കൂടി കടന്നു പോകുന്നതിൻ്റെ മധ്യത്തിൽ സ്തോത്രം. ഹല്ലേലൂയ. ദൈവകൃപ വിട്ട് മാറി അല്ലെങ്കിൽ പിന്മാറ്റത്തിലേക്ക് പോകുന്ന ഒരു ദൈവജനത്തോടാണ് അപ്പോസ്തലനായ പൗലോസ് ഇത് അഡ്രസ്സ് ചെയ്യുന്നത്. സ്തോത്രം. ഇത് പറയുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. അപ്പം നമ്മൾ ഈ അങ്ങനെ ഒരു തലത്തിൽ നിൽക്കുന്നവർക്കാണ് ഇത് പറഞ്ഞത്. അതുകൊണ്ടാണ് നമുക്ക് കാണാം യേശു ആരാന്ന് നമുക്ക് ആ 1-ാം അധ്യായത്തിൽ തൊട്ട് ഈ ലേഖനകർത്താവ് യേശുവിനെ കുറിച്ച് പറയും. യേശു ദൂതന്മാരെക്കാളും വലിയവനാണ്, മോശയെക്കാളും വലിയവനാണ്, യേശുവാണ് നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ, ആലയം എന്താ, ഇതെല്ലാം പറഞ്ഞ് നമ്മൾക്ക് വേണ്ടി കർത്താവ് ചെയ്ത ഉടമ്പടി എന്താ, ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊണ്ടുവരുന്നതിൻ്റെ ഒരൊറ്റ കാരണം ഇനി പഴയ വഴിയിലേക്ക് പോകരുത്, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് പറഞ്ഞ്
ഉദ്ബോധിപ്പിക്കുന്നത്. ഹാലേലൂയ. അപ്പം അങ്ങനെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ നമ്മളിപ്പം വായിച്ചപ്പോൾ കണ്ടു, പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഹാലേലൂയ. അതിന് മുമ്പ് ചില കാര്യങ്ങൾ പറഞ്ഞ ശേഷമാണ് ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാം, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ, സ്തോത്രം, തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. നമ്മൾ അതിൻ്റെ 6-ന്റെ 2-ാമത്തെ പാർട്ടിൻ്റെ ലാസ്റ്റ് ഭാഗം നമ്മൾ അവിടെ വെക്കുകയാണ്. അതിൻ്റെ മേളത്തെ ഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഹാലേലൂയ, സ്തോത്രം. അപ്പം നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ ഈ കാര്യം പറഞ്ഞ ശേഷമാണ് പറയുന്നത്, ഭൂമി പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നെങ്കിൽ എന്ന് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പേഴ്സണലൈസ് ചെയ്തെടുക്കുമ്പോൾ ഹാലേലൂയ, നമ്മൾ ആരാ? ദൈവത്തിൻ്റെ വചനം പറയുന്നു, കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ കൃഷി. നമ്മളാരാ? നമ്മൾ ദൈവത്തിൻ്റെ കൃഷി. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കൃഷിയാണെങ്കിൽ പിന്നെ അവിടെ പറഞ്ഞിരിക്കുന്നു, പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക്. അപ്പോൾ ഭൂമി ഏതാണ്? ഗ്രൗണ്ട്. ഹാലേലൂയ. ഗ്രൗണ്ട് എവിടെയാണ്? നമ്മുടെ ഹൃദയമാണ് നിലം. നല്ല നിലം എന്ന് പറയുന്ന, ആ ഗ്രൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണ്. സ്തോത്രം. അപ്പം നമ്മുടെ മേൽ നമ്മുടെ ഉള്ളിൽ, യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നു, നമ്മളിൽ നട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം. സ്തോത്രം. അപ്പോൾ കൃഷി നടത്തുന്നത് എങ്ങനെയാണ്? വിതക്കാരൻ്റെ ഉപമ എങ്ങനെയാണ്? സ്തോത്രം. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. അപ്പം നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം നട്ടിരിക്കുകയാണ്. ഹാലേലൂയ, സ്തോത്രം. എന്നിട്ട് നമുക്കവിടെ കാണാൻ പറ്റും. എന്നിട്ട് നമ്മുടെ മേൽ പെയ്യുന്ന മഴ, സ്തോത്രം, ആ മഴയുടെ വിശദീകരണങ്ങൾ അതിൻ്റെ മേളിൽ കൊടുത്തിട്ടുണ്ട്. സ്തോത്രം. അതാണ്, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുക. അപ്പം ഒരിക്കൽ നമുക്ക് പ്രകാശനം ലഭിച്ചു. നമുക്ക് പ്രകാശനം ലഭിക്കാതെ നമ്മൾ ആരും ഈ ദൈവകൃപയിലേക്ക് വരത്തില്ല. സ്തോത്രം. നമുക്ക് പ്രകാശനം, രക്ഷയുടെ പരിജ്ഞാനം, അല്ലെങ്കിൽ ആ പ്രകാശനം നമ്മളിൽ ലഭിച്ചതുകൊണ്ടാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. സ്തോത്രം. ഹാലേലൂയ. കാരണം അന്ധകാരത്തിൽ കിടക്കുന്നവർക്ക്, ഇരുട്ടിൽ കിടക്കുന്നവരുടെ മനസ്സ് കൂരിട്ടായി കിടക്കുവാണ്. അവരിൽ പ്രകാശമില്ല, അവർക്ക് ഈ പ്രകാശനം ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് സ്നാപയോഹന്നാനെ കുറിച്ച് പറയുന്നത്, നീയോ പൈതല്ലേ രക്ഷാ പരിജ്ഞാനം കൊടുക്കുമെന്നുള്ള രീതിയിൽ തൻ്റെ പിതാവ് പറയുന്നുണ്ട് തൻ്റെ മകനെക്കുറിച്ചുള്ള പ്രോഫസി. അപ്പം ആ പരിജ്ഞാനം, ആ യേശുവിനെ കുറിച്ചുള്ള പ്രകാശനം നമ്മുടെ മനസ്സിൽ സത്യ ദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം ലഭിച്ചു. ഇതെല്ലാം ദൈവം നമുക്ക് തന്ന വിവേകമാണ് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ആത്മാവ്, ആ പുനരുത്ഥാനത്തിൻ്റെ ശക്തി നമ്മളിൽ വന്നതുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ഇരിക്കുന്നത്. സ്തോത്രം. ഹാലേലൂയ. അങ്ങനെ നമ്മൾക്ക് പ്രകാശനം ലഭിച്ചു. ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ നട്ടിരിക്കുകയാണ്. ഹാലേലൂയ, സ്തോത്രം. എന്നിട്ട് മഴ അങ്ങ് പെയ്യാണ്. പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകർന്ന്, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മേൽ പകർന്ന്, ദൈവത്തിൻ്റെ ശക്തി നമ്മൾക്ക് വേണ്ടിയിട്ട് പകർന്ന്, അനുഗ്രഹിക്കപ്പെട്ട സഭയിൽ നമ്മളെ ആക്കി, അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ നമ്മൾക്ക് നൽകി തന്ന്, ഹാലേലൂയ, എന്നാ വേണം? സ്തോത്രം. ഇമ്മാനുവേൽ, ഗോഡ് വിത്ത് us, കർത്താവ് എന്നും നമ്മുടെ കൂടെ. ഹാലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ വചനം ഇപ്പം നമുക്ക് ഇതിലേക്കൂടെയൊക്കെ കേൾക്കണം. പെരുമഴയാണ്, വചനത്തിൻ്റെ പെരുമഴയാണ് ഇപ്പോൾ. ഹാലേലൂയ. സൂമിൽ കൂടി നമുക്ക് കേൾക്കാം, യൂട്യൂബിനകത്താണ്, പറയേണ്ട കാര്യമില്ല. സ്തോത്രം. ഹാലേലൂയ. പിന്നെ വാട്സാപ്പിനകത്ത് 1 മിനിറ്റുള്ള മെസ്സേജുണ്ട്, 10 മിനിറ്റുള്ള മെസ്സേജുണ്ട്, 1 മണിക്കൂറുള്ള മെസ്സേജുണ്ട്, മൊത്തം മീറ്റിങ്ങുകളുണ്ട്. ഹാലേലൂയ. വീട്ടിലിരുന്നാലും സൂമിൽ കൂടിയും ആത്മപകർച്ച നടക്കുന്നു. ദൈവത്തിൻ്റെ ആലോചനകൾ വരുന്നു, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ വരുന്നു. ഇനി എന്നാ വേണം? ഹാലേലൂയ. അങ്ങനെ ഇനി ആർക്കും ഒന്നും പറയാനും മഴ പെയ്യാത്ത സ്ഥലമില്ല. സ്തോത്രം. സകലയിടത്തും പെരുമഴയാണ്. ഇനി ഇതിലും വലിയ മഴ വരാൻ പോകും, നമ്മളത് വിശ്വസിക്കുകയാണ്. ഹാലേലൂയ. പക്ഷെ എന്നാലും നമ്മുടെ ജീവിതത്തിൽ നോക്കിക്കേ, നമുക്ക് എന്തുമാത്രം കർത്താവ് അനുഗ്രഹങ്ങൾ തന്നിരിക്കും. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം, ഇതെല്ലാം ആസ്വദിച്ചവരും നമ്മൾ. ഓരോ വചനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആസ്വദിക്കുവാൻ ദൈവം നമുക്ക് കൃപ തന്നു. ഹാലേലൂയ, സ്തോത്രം. അങ്ങനെ സാക്ഷ്യമില്ലാത്ത ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ട്? ഏതെങ്കിലും ഒരു സാക്ഷിയില്ലാത്തവർ ആരുമില്ല. സ്തോത്രം. നമുക്ക് സാക്ഷ്യം, കർത്താവ് നമ്മൾ നിർത്തിയിരിക്കുന്നവരല്ല നമ്മളിവിടെ നിൽക്കുന്നത്, അതിൻ്റെ വലിയൊരു സാക്ഷ്യം. ഹാലേലൂയ. അപ്പം സാക്ഷ്യം നമുക്ക് നൽകി തന്ന്, ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകി തന്ന്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് നമ്മൾക്ക് നൽകി തന്ന്, ഹാലേലൂയ, അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ നമ്മളെ കേൾപ്പിച്ച്, പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകർന്ന്, ഹാലേലൂയ, നല്ലൊരു സഭയിൽ നമ്മളെ ആക്കി, ഹാലേലൂയ, നല്ല ലീഡർഷിപ്പിൻ്റെ കീഴിൽ നമ്മളെ ആക്കി. ഇതെല്ലാം നമ്മുടെ മേൽ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയാണ്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഇത്രയും മഴയൊക്കെ നമുക്ക് കിട്ടിയിട്ട്, സ്തോത്രം, അപ്പം
നമ്മളിൽ ഉൾനട്ടിരിക്കുവാണ് ദൈവത്തിൻ്റെ വചനം. ഇതെല്ലാം നമുക്ക് പ്രകാശനം തന്ന് പരിശുദ്ധാത്മാവിനെ പകർന്ന് ദൈവവചനം നൽകി ഇങ്ങനെ ഹാലേലൂയ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുമ്പം ഈ മഴ പെയ്യിപ്പിക്കുന്നവൻ ദൈവത്തിൻ്റെ കൃഷിയാണെങ്കിൽ ദൈവത്തിനൊരു പ്രതീക്ഷയുണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന്. ഹാലേലൂയ. അമ്മേ, എന്തിനാ ഇതൊക്കെ പെയ്യിപ്പിക്കുന്നതെന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഹാലേലൂയ. അപ്പോൾ ഇതൊന്നും നമ്മൾ ആരും വേണ്ടെന്ന് പറയത്തില്ല. നല്ല വാഗ്ദത്തങ്ങൾ എനിക്ക് വേണ്ടെന്ന് ആരെങ്കിലും പറയുമോ? വേണ്ട. എൻ്റെ കർത്താവിൻ്റെ സൗഖ്യം എനിക്ക് വേണ്ട, ദൈവം എന്നെ വിടുവിക്കേണ്ട എന്ന് ആരും പറയത്തില്ല. ഹാലേലൂയ. അപ്പം നമ്മളിതെല്ലാം മേടിച്ച് കുടിക്കുകയും ചെയ്യും. ഹാലേലൂയ. ഇത് 1 വേ ആണോ 2 വേ ആണോ എന്ന് നമ്മളൊന്ന് നോക്കുക. ഹാലേലൂയ. സ്തോത്രം. ആമേ. നമ്മുടെ യുഎയിലൊക്കെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഗ്രൗണ്ടിന് ഈ വെള്ളം കുടിക്കാനൊരു ശകലം പാടാണ്. സ്തോത്രം. അതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ കെട്ടി കിടക്കും. ഈ വെള്ളം കുടിക്കത്തില്ല. ഹാലേലൂയ. പക്ഷേ ഇസ്രായേലിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്ന ആ ദേശം മഴ കുടിക്കുന്ന വെള്ളമാണ്. അത് ആ ദേശം അതുപോലെ അത് അബ്സോർബ് ചെയ്യും. ഹാലേലൂയ. ഇവിടെയോ ഈ മരുഭൂമിയിലെ മണ്ണിന് ആ ഒരു ക്വാളിറ്റി ഇല്ല. അതിങ്ങനെ കെട്ടിക്കിടക്കും. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അനുഭവിച്ചാണ് അതിൻ്റെയൊക്കെ പരിണത ഫലങ്ങൾ. ഹാലേലൂയ. സ്തോത്രം. അപ്പം ഇത് നമ്മൾ മേടിച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാലേലൂയ. പക്ഷെ ദൈവം ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട്. ഹാലേലൂയ. സ്തോത്രം. ഇത് കുടിച്ചിട്ട് സ്തോത്രം ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നെങ്കിൽ അപ്പോൾ ഈ കൃഷി ചെയ്യുന്നവർക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അവരെന്ത് കൃഷി ചെയ്തോ അതിനകത്തുനിന്നൊരു വിളവ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ ആ കൃഷി ചെയ്തത് മുളച്ച് വരണമെന്ന് അവർ ആഗ്രഹിക്കുക, അതിൽ നിന്ന് ഫലം വേണമെന്നുള്ളത് ആഗ്രഹിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കൃഷി ചെയ്തവർക്ക് എന്തോ ഒരു സന്തോഷമാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ കൃഷിയാണെങ്കിൽ ഹാലേലൂയ, നമ്മളൊരു നല്ല വിതക്കാരൻ ഹാലേലൂയ, നമ്മളിൽ ആ വിത്ത് വിതച്ചുവെങ്കിൽ ഹാലേലൂയ സ്തോത്രം, എന്നിട്ട് നമ്മുടെ മേൽ മഴ പെയ്യിച്ചുവെങ്കിൽ ഹാലേലൂയ സ്തോത്രം, ദൈവം നമ്മളിൽ നിന്ന് ചിലത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഹാലേലൂയ. അമ്മേൻ. ദൈവം നമ്മളിൽ നിന്ന് ഹാലേലൂയ സ്തോത്രം, ദൈവം ആഗ്രഹിക്കുന്ന കാര്യം നമ്മളിൽ നിന്ന് മുളച്ചു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഹാലേലൂയ സ്തോത്രം. ആമേൻ. അങ്ങനെയാണെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് വരുന്നത് നമ്മുടെ ജീവിതത്തിൽ കൂടി വരുന്നതാണ്. എൻ്റെ താഴെ പറഞ്ഞിരിക്കുന്നത്, മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തും, ശപിക്കപ്പെട്ടതാന്ന് പറയുന്നില്ല, ശാപത്തിന് അടുത്തതാണ്. ഹാലേലൂയ. അങ്ങനെയാണെങ്കിൽ അത് ന്യൂട്രലി നിൽക്കുവാണ്. സ്തോത്രം. അടുത്തതുമാകുന്ന ചുട്ട് കളകാത്രേ അതിൻ്റെ അവസാനം. ഹാലേലൂയ സ്തോത്രം. അപ്പം 2 ഓപ്ഷനാണ്. എന്തുദ്ദേശത്തോടു കൂടി നട്ടുവോ ആ നട്ടത് എന്ത് നട്ടോ അതിനനുസരിച്ചുള്ള രീതിയിൽ മുളച്ച് വരാം. അതല്ലെങ്കിൽ മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിക്കാം. ഹാലേലൂയ. ഏതാ മുളയ്ക്കുന്നതെന്നുള്ളത് നമ്മൾ നോക്കുക. ഹാലേലൂയ സ്തോത്രം. ആമേൻ. ഹാലേലൂയ. മഴയൊക്കെ ഇഷ്ടംപോലെ പെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ് നമ്മളിൽ കൂടി മുളച്ച് വരുന്നത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. മുള്ളാണോ വരുന്നത്, ഞെരിഞ്ഞിലാണോ നമ്മളിൽ കൂടി വരുന്നത് എന്നുള്ളത്. ഹാലേലൂയ സ്തോത്രം. അമ്മേൻ. അപ്പം അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, വിതക്കാരൻ്റെ ഉപമയ്ക്കകത്തൊരു കാര്യം പറയുന്നുണ്ട്. ഹാലേലൂയ. നല്ല നിലത്ത് വീണ വിത്ത് അത് 30, 60, 100 മേനി വിളഞ്ഞു. സ്തോത്രം. ഹാലേലൂയ. അപ്പം നമ്മൾ ഇവിടെ കണ്ടു മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ. അപ്പം നമുക്കിതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മുടെ ജീവിതത്തിൽ നിന്ന് എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതല്ല വിഷയം, എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ്. ആമേൻ. ഹാലേലൂയ. 30 ആണെങ്കിലും ഓക്കെ, 60 ആണെങ്കിലും ഫൈൻ, 100 ആണെങ്കിൽ വെരി വെരി ഗുഡ്. ഹാലേലൂയ സ്തോത്രം. പക്ഷേ എത്രയാന്നുള്ളതല്ല വിഷയം, എന്താ വരുന്നതെന്നുള്ളതാണ് പോയിന്റ്. ആമേൻ. ഹാലേലൂയ സ്തോത്രം. അപ്പോൾ ഇത് വരാനുള്ള കാരണം എന്നാ? സ്തോത്രം. ഇത് വരാനുള്ള കാരണം ചില വേര് ഇതിൻ്റെയൊക്കെ അകത്ത് ഇപ്പോഴും കിടക്കുന്നത് കൊണ്ടാണ് ഈ വകകളൊക്കെ പൊങ്ങി വരുന്നത്. സ്തോത്രം. മുള്ളിൻ്റെയും ഞെരിഞ്ഞിലിൻ്റെയൊക്കെ അതിൻ്റെയൊക്കെ വേര് അകത്ത് കിടപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ വരുന്ന മഴ വരുന്നുവെങ്കിൽ നല്ല സൗകര്യത്തിന് ഇതുകൂടി ആ കൂട്ടത്തിൽ അതിനെല്ലാം എല്ലാം വലിച്ചെടുത്തേച്ച് ഇങ്ങനെ കയറി പൊങ്ങി വരുന്നതിൻ്റെ ഒരു കാരണം ഈ ചില വേരുകൾ അവിടെ കിടക്കുന്നതുകൊണ്ടാണ് ഈ സംഭവങ്ങൾ പൊങ്ങി വരുന്നത്. ഹാലേലൂയ സ്തോത്രം. അമ്മേ. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, ഞാൻ എൻ്റെ കർത്താവിനെ ഇത്രത്തോളം എനിക്ക് വേണ്ടി ചെയ്ത്, ഇത്രത്തോളം എന്നെ നടത്തുന്നെങ്കിൽ എൻ്റെ അപ്പ എൻ്റെ ജീവിതത്തിലൂടെ വരുന്നത് എന്തുവാ? ഹാലേലൂയ. അപ്പച്ചൻ ആഗ്രഹിക്കുന്ന ഫലമാണോ എന്നിൽ കൂടെ പുറപ്പെടുന്നത്? സ്തോത്രം. അതോ മുള്ളോ ഞെരിഞ്ഞിലാണോ? കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിൽ കിടന്നൊരു വേരാണ് അവരുടെ പാരമ്പര്യം. അമ്മേ. അതിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറി പോന്നിട്ടില്ല. അതിൻ്റെ വേരവിടെ കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചിന്ത.
ഇതില്ലെങ്കിൽ ഇത്തരം പ്രശ്നം, അങ്ങനെയാണ് അങ്ങോട്ട് പോയേക്കാം എന്നുള്ളത്. വേറെ ഓപ്ഷൻ ഇല്ലാത്ത രീതിയിൽ ചിന്തിക്കുമായിരുന്നെങ്കിൽ അങ്ങോട്ട് പോവും. അങ്ങനെ ഒരു ചിന്തയിലേക്ക് വരത്തില്ല സ്തോത്രം. പക്ഷേ ഈ പാരമ്പര്യത്തിൻ്റെ വേര്, അവരാ യഹൂദ പാരമ്പര്യത്തിൽ നിന്ന് അതിൻ്റെ വേര് അവിടെ കിടന്നതുകൊണ്ടാണ് അവർ ചിന്തിക്കുക പോയേക്കാം. കാരണം ഇത് പിന്നെ മുളച്ച് വരിക, പുറകോട്ട് പോകുന്ന ചിന്തയുള്ളവർക്ക്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ഇത്രയും നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വചനം തന്ന് ഇത്രയും തന്നിട്ട് ഇത് മുളയ്ക്കാൻ അനുവദിക്കരുതേ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അവരെ സംബന്ധിച്ച് ആ ഒരു രീതിയിലായിരുന്നു. ഇന്ന് നമ്മൾ നോക്കുക, ഹല്ലേലൂയ, നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും വേരുണ്ടോ എന്ന്. ഹല്ലേലൂയ. അപ്പം ഞാൻ ഒരു വേരിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. നമ്മുടെ ഉള്ളിൽ കാണേണ്ട ഒരു വേര്, അത് നമുക്ക് കാണാം. റെവലേഷനകത്തുണ്ട്. റെവലേഷൻ 22:16. റെവലേഷൻ 22:16. ഹല്ലേലൂയ, സ്തോത്രം. യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടി നിങ്ങളോടിത് സാക്ഷീകരിപ്പാൻ എൻ്റെ ദൂതനെ അയച്ചു. ഞാൻ ദാവീദിൻ്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമാകുന്നു. ആമേൻ, ഹല്ലേലൂയ. അതുപോലെ തന്നെ യേശയ്യാപ്രവചനം 11 നമുക്ക് കാണാം. ഞാൻ വായിക്കാം. അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന ഇശ്ശായി വേരായവനെ ജാതികൾ അന്വേഷിച്ച് വരും. ആമേൻ. അവിടെ പറഞ്ഞിരിക്കുന്നു, അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന ഇശ്ശായി വേരായവനെ ജാതികൾ അന്വേഷിച്ച് വരും. ആരായി ഇശ്ശായി വേര്? ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മുടെ യേശുപ്പച്ചനാണ്. ഹല്ലേലൂയ, ആമേൻ. ഈ ഇശ്ശായി വേരല്ലാതെ, ഈ ദാവീദിൻ്റെ വേരല്ലാതെ വേറെ ഒരു വേര് നമ്മുടെ അകത്ത് കിടപ്പുണ്ടെങ്കിൽ സ്തോത്രം, ഈ പറയപ്പെട്ട സംഭവങ്ങളൊക്കെ വരും. അതിനൊരു ഉദാഹരണമുണ്ട്, നമുക്ക് കാണാം. എബ്രായ ലേഖനം തന്നെ 12-ാം അധ്യായം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭാഗമാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. 14, 15, 16 അവിടെ പറഞ്ഞിരിക്കുന്നത്, എല്ലാവരുടെ സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ആരും ദൈവകൃപ വിട്ടു പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരൻ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റ് കളഞ്ഞ യേശാവിനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിപ്പാൻ കരുതിക്കൊള്ളും. എന്താണ്ട് അപ്പം പറഞ്ഞിരിക്കുന്നത്, അവിടെ വേറൊരു വേരിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി. അപ്പോൾ ഈ കയ്പുള്ള വേര് മുളച്ച് വന്നു കഴിയുമ്പോൾ അതിൻ്റെ അടുത്ത സ്റ്റേജാണ് കലക്കം. സ്തോത്രം. അപ്പോൾ ഇതിൻ്റെ കാരണം എന്നാ? ഈ കയ്പുള്ള വേര്, കയ്പിൻ്റെ വേര് അകത്ത് കിടക്കുന്നതുകൊണ്ടാണ് ആ തക്ക സമയമായപ്പം അത് അങ്ങ് വെളിയിലോട്ട് വന്ന്, ആ കയ്പ് വെളിയിലോട്ട് വന്നേ. സ്തോത്രം, ആമേൻ. അപ്പം നമ്മുടെ ഉള്ളിൽ കാണേണ്ടത് ദൈവത്തിൻ്റെ വചനവും ഈ ഇശ്ശായി വേരായവൻ. ഹല്ലേലൂയ. ഈ വേരല്ലാത്ത ഒരു വേരും നമ്മുടെ ഉള്ളിൽ കാണാൻ പാടില്ല. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്, ഈ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. അത് പരിശുദ്ധാത്മാവിനിൽ മാത്രമേ അത് നടക്കത്തുള്ള കാര്യം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഈ ഇശ്ശായി വേരായവൻ മാത്രം നമ്മുടെ ഉള്ളിൽ നിന്നാൽ അവനെ അന്വേഷിച്ച് ജാതികൾ വരും. നേരെ മറിച്ച് ഹല്ലേലൂയ, ഈ മുള്ളും ചെരിഞ്ഞിലും ഒക്കെ വന്ന് വല്ലവരും വരുമോ? വരത്തില്ല. പിന്മാറി പോകുന്നവരാണ് ഏറ്റവും പ്രശ്നം. പണ്ട് ഞാനങ്ങനെ പോയിട്ടുള്ളതായിരുന്നു. ഇയാൾ പറഞ്ഞ് വരുത്തുന്നതിന് അത്രയും സ്വാധീനം വേറെ ഒരുത്തരും, ഒരു അവിശ്വാസി പറയുന്നതിന് പോലും അത്രയും ഇത് കാണത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. അങ്ങനെ മുള്ളും ഞെരിച്ചിലും അവരാണ് ഏറ്റവും സ്റ്റംബ്ലിംഗ് ബ്ലോക്കായിട്ട് നിൽക്കുന്നത്. സ്തോത്രം. എന്നിട്ട് പിന്നെ അവനെ തന്നെ പിശാചി എടുത്ത് കാണിപ്പിക്കുക, കണ്ടോ അവർ പണ്ട് വന്നതായിരുന്നു, ഇപ്പം ഇല്ല, ഇതാണ് അവിടെ നടക്കുന്നതെന്ന് പറയും. സ്തോത്രം. അപ്പോൾ ഇത് കേൾക്കാനല്ല ദൈവത്തിൻ്റെ ആത്മാവും പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. നമ്മളിൽ നിന്ന് മുള്ളും ഞെരിഞ്ഞിലും മുളച്ചു വരുന്നതിൻ്റെ കാരണം ഈ ഇശ്ശായി വേരല്ലാത്ത വേറെ എന്തൊക്കെയോ വേരുകൾ കിടക്കുന്നവരാണ്. അപ്പോൾ അത് ചിലപ്പോൾ കയ്പിൻ്റെ വേരായിരിക്കും. നമുക്കറിയാം, ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരു വേരുണ്ടായിരുന്നു. ആ വേരുകൊണ്ട് വന്ന പരിണിത ഫലങ്ങൾ എന്തെല്ലാമെന്ന് നമുക്കറിയാം. അതിൽ ഒന്നാമത്തെ അഭിഷേകം പ്രാപിച്ച്, വലിയ യൗവനക്കാരനായിരുന്ന സമയത്തിന് അഭിഷേകം പ്രാപിച്ച് മുന്നോട്ട് പോയിരുന്ന ആ ഒരു ലസ്റ്റിൻ്റെ വേര്, അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പം അതങ്ങ് പൊങ്ങി വന്നപ്പോൾ എന്നാ പറ്റി? കിടക്കുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം അവിടെ എന്നാ സംഭവിച്ചെന്നുള്ളത്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ആ വേര് ആ സമയമായപ്പോൾ മുളച്ച് കഴിഞ്ഞപ്പം പോയോ ഇല്ലയോ? അമ്മേ, സംഭവം പോയി. സ്തോത്രം. അത് നിമിത്തം എന്തുമാത്രം പ്രയാസത്തിൽ കൂടി അവർ കടന്നു പോകാൻ ഇടയായിത്തീർന്നു. അവർ കുടുംബം മുഴുവൻ തലമുറയായി കടന്നു പോകാൻ. എന്തുകൊണ്ടാണ്? ആ ഒരു വേരവിടെ കിടക്കുമായിരുന്നു. സ്തോത്രം, ആമേൻ. അതുപോലെ തന്നെ അങ്ങനെ നമ്മൾ വചനത്തിനകത്ത് യൂദായിക്കകത്തുണ്ടായിരുന്ന ഒരു വേര്. ആമേൻ. യൂദായിക്കകത്തുണ്ടായിരുന്ന വേരെന്തായിരുന്നു? ധനമോഹം.
അമ്മേ കർത്താവിൻ്റെ കൂടെ നടന്ന് കർത്താവിൻ്റെ ട്രഷററായിട്ട് എല്ലാ കാര്യങ്ങളും കർത്താവ് ഏൽപ്പിച്ചു. ഒരു പ്രാവശ്യം പോലും കർത്താവ് ചോദിച്ചിട്ടില്ല. കാരണം അവൻ്റെ ഒരു പതിവായിരുന്നു അതിനകത്ത് നിസ്ക്കുക എന്നുള്ളൊരു പരിപാടി. അമ്മ ഇച്ചിരി ഇസ്കി എന്നോട് കർത്താവ് ഒന്നും ചോദിക്കുന്നില്ലല്ലോ. ഓ സ്തോത്രം, ഹല്ലേലൂയ. എനിക്ക് ശകലം എടുത്താണ്. അങ്ങനെ എടുത്ത് ഈ വേരങ്ങ് നല്ലപോലെ അങ്ങ് വേരൂന്നി സമയമായപ്പം ഈ കുറച്ച് കൂട്ടർ പറഞ്ഞ് ഞങ്ങൾ ദേ പൈസ തന്നേക്കാന്ന്. അപ്പോൾ അവൻ കർത്താവാണോ ഗുരുവാണോ ഒന്നും വിചാരിച്ചില്ല. സ്തോത്രം, അതങ്ങ് മുളച്ച്. ഹല്ലേലൂയ. അത് മുളച്ചിട്ട് എന്നാ പറ്റി? ദ്രവ്യാഗ്രഹം സകലവിധ ദോഷങ്ങൾക്കും കാരണമല്ലോ. ആമേൻ. സ്തോത്രം. ഇത് മുളച്ച് അതിനൊരു ചാൻസ് വന്നപ്പോൾ അത് വെളി വന്നു. ഹാലേലൂയ. അപ്പോൾ ആദ്യമേ തന്നെ ഇതിനെ അങ്ങ് പറിച്ച് കളഞ്ഞിരുന്നെങ്കിലോ? ഹാലേലൂയ. കർത്താവിന് സകലതറിയാം. ഓരോരുത്തരും മടിക്കെട്ടിനകത്ത് പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത് എത്രയാണെന്നും വിധവയുടെ കയ്യിലിരിക്കുന്നത് എത്രയാണെന്നും അത് 2 ആണോ 3 ആണോ 5 ആണോ എല്ലാം അറിയാവുന്ന കർത്താവ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഓരോ പ്രാവശ്യം ഓഫറിങ് ഇടുമ്പം ഓഫറിങ് ബാഗിനകത്തോട്ട് എത്രയാണ് പോകുന്നതെന്നുള്ളത് നമ്മൾ കയ്യിൽ എത്ര എടുക്കുന്നതെന്ന് വരെയും ശ്രദ്ധിക്കുന്ന കർത്താവ്. ആമേ. അങ്ങനെയാണെങ്കിലാണോ അവർക്ക് വേണ്ടുന്ന അവർ പണസഞ്ചി കയ്യിലുണ്ടായിരുന്ന യൂദ ഇച്ചിരി എടുക്കുമ്പോൾ കർത്താവ് കാണുന്നില്ലെന്നാണ് യൂദ വിചാരിച്ചത്. ഹല്ലേലൂയ. സ്തോത്രം. അല്ലെങ്കിൽ കണ്ടാലും ഒന്നും മിണ്ടിയല്ലെന്നായിരിക്കും ഓർത്ത്. എന്തു ആവട്ടെ. ഹല്ലേലൂയ. ആ വേര്, ഇതിനോടുള്ള ആഗ്രഹമാകുന്ന ആ വേര്, ആ പാപത്തിൻ്റെ വേര് അവിടെ കിടന്ന് വളർന്ന് അതിനുള്ള റൈറ്റ് ടൈം ആയപ്പം അതേ ആഗ്രഹം തന്നെ ആ വ്യക്തി ജീവിതത്തെ നശിപ്പിക്കാനിടയായിത്തീർന്ന് നമുക്കറിയാം. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, ഈ കിടക്കുന്ന വേരുകൾ പൊങ്ങി വരാൻ നമ്മൾ അനുവദിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അങ്ങനത്തെ വേര്, ഈ ഇഷായി വേരല്ലാത്ത വേറെ ഏതെങ്കിലും വേര് നമ്മുടെ ഹൃദയത്തിലുണ്ട്. പല വേരുകളും കാണും. ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ അത് പാരമ്പര്യത്തിൻ്റെ വേരായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് വിട്ട് പോരാത്തവരൊരു ഓർഡറെ തന്നെ ഇതിലും വേഗം ഞങ്ങളുടെ പഴയ പള്ളിയാന്ന് പറയുന്നത് തന്നെ കേൾക്കും അറിയാം അവിടുത്തെ വേര് പോയിട്ടില്ല. അല്ലാത്തതും പോകത്തില്ല. അത് തെറ്റാന്ന് വ്യക്തമായ കൺവിക്ഷൻ കിട്ടിയ ഒരാൾ എത്രമാത്രം പ്രതികൂലങ്ങൾ വന്നാലും ശരി അവനെ ഒരു കാരണവശാലും തിരിഞ്ഞ് ആ പരിപാടിക്ക് പോകത്തേയില്ല. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഇനി അതല്ലെങ്കിൽ ഒന്നുകിൽ മദ്യപാനത്തിൻ്റെ ആയിരിക്കാം, വേറെ എത്ര പാപങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ വേരുകൾ ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തിനകത്ത് ഇല്ലാതിരിക്കുവാൻ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പറിച്ച് കളയുവാൻ. സ്തോത്രം. ചിലപ്പോൾ അത് അസൂയയുടെ വേരായിരിക്കാം, അല്ല വഴക്കുണ്ടാക്കുന്നതിൻ്റെ വേരായിരിക്കാം, അല്ല പകയുടെ വേരായിരിക്കും. ഇതെല്ലാം ഇങ്ങനെ പലതും പല കൊച്ചു കുറ്റികൾ അവിടെ കിടക്കുമ്പോൾ അത് മുളച്ച് വരും. സ്തോത്രം. ഹല്ലേലൂയ. അത് മുളയ്ക്കാൻ അനുവദിക്കരുത്. അത് മുളയ്ക്കാൻ അനുവദിക്കാതിരിക്കണമെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ കൃപ വേണം, പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ. സ്തോത്രം. ഈ ഇഷായി വേര് മാത്രം നമ്മുടെ ഹൃദയങ്ങളിലായിരിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് വിതച്ച വിത്ത് മാത്രം നമ്മുടെ ഹൃദയങ്ങളിലായിരിക്കട്ടെ. ഹല്ലേലൂയ. ഈ മറ്റേ വേര് മുളച്ച് വരുന്നത് എങ്ങനെയാണ്? ഇതിനു മുമ്പ് നമ്മുടെ ഉള്ളിൽ പണ്ടൊരുത്തം വിതച്ചായിരുന്നു. കർത്താവ് വിതയ്ക്കുന്നതിന് മുമ്പ് വേറൊരുത്തം വിതച്ചായിരുന്നു. അതാരാ? ശത്രു ഒരു വിതച്ചായിരുന്നു പണ്ട്. ഹല്ലേലൂയ. അത് വിതച്ച് അത് മുളച്ച് അത് കിളുത്ത് അതിൻ്റെ വേര് അതിൻ്റെ കുറ്റിയൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഭൂമിയിലുള്ള അവയവങ്ങളെ മരിപ്പിക്കാൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. എന്നിട്ട് ദൈവത്തിൻ്റെ വചനം അത് സൗമ്യതയോടെ കൈക്കൊള്ളാൻ പറഞ്ഞിരിക്കുക നമ്മളോട്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ അതിനെയെല്ലാം മാറ്റി നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു, ദൈവത്തിൻ്റെ വചനം വസിക്കുന്നു. ഇഷായി വേരായവൻ നമ്മുടെ ഉള്ളത്തിൽ വസിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ. സ്തോത്രം. മറ്റവൻ കൊണ്ടിട്ട് വിത്തിൻ്റെ കിളുത്ത് വന്നതിൻ്റെ സകലതും എല്ലാം എടുത്ത് അപ്രൂട്ട് ചെയ്ത് കളയുക. ഹല്ലേലൂയ. അത് പിന്മാറ്റത്തിൻ്റെ പേരാണ്, പാരമ്പര്യമാകട്ടെ, എന്നാ ശക്തിയാവട്ടെ, ഏത് പാപ സ്വഭാവമാകട്ടെ. ഹല്ലേലൂയ. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്കറിയാം എപ്പോഴൊക്കെയാണ് വെളിപ്പെട്ട് വരുന്നത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അമ്മ നമ്മൾ അതിനെ തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവിനോട് പറയാം, അപ്പാ ഈ വേര് പോയിട്ടില്ല. ഇത് ഇപ്പോഴും ചില സമയം ഞാൻ ചിലപ്പോൾ ആഗ്രഹിക്കാറുണ്ട്, കൊച്ചിനെ പഠിപ്പിക്കുമ്പോൾ കർത്താവെ നീ വരല്ലേ. ഹല്ലേലൂയ. കാരണം ആ സമയത്ത് നമ്മുടെ ശകലം തനിതറാക്കി നമ്മൾ ഒന്നടിച്ചല്ലേ ഒന്ന് വിച്ച് പിന്നെ അവനോടൊന്ന് വഴക്ക് പറഞ്ഞ് പിന്നെ ഒന്ന് എഴുന്നേറ്റ് പോയി അങ്ങനെയൊക്കെ നമ്മൾ ചിലപ്പോൾ ഓർക്കും കർത്താവ് നീ ഇപ്പം വരല്ലേ. സ്തോത്രം. അങ്ങനെയല്ല, പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹാലല്ലേ. നമ്മൾ വഴക്ക് പറയേണ്ടടുത്ത് പറയരുതെന്നുള്ളതല്ല, പക്ഷെ എന്നാലും സ്തോത്രം നമ്മുടെ ആ ലിമിറ്റ് വിട്ടു പോകുന്ന സമയം നമുക്കറിയാം, അപ്പച്ചാ എൻ്റെ ഈ കോപം ഒന്ന് ശരിയാക്കി തന്നെ അപ്പാ നീ സഹായിക്കണമേ. അങ്ങനെ എന്തെല്ലാം വിഷയങ്ങളുണ്ട്. ആമേൻ. സ്തോത്രം. നമ്മുടെ മനസ്സിൽ ഹാലല്ലേ. ചിലർക്ക് ലോകസ്നേഹത്തിൻ്റെ പേര് പറഞ്ഞു പോയിട്ടില്ല, ചിലർക്ക് സിനിമ കാണുന്നതിൻ്റെ പേര് പറഞ്ഞു പോയിട്ടില്ല, ചിലർക്ക് സീരിയൽ കാണുന്നതിൻ്റെ പേര് പറഞ്ഞു പോയിട്ടില്ല. ഹല്ലേലൂയ. സ്തോത്രം. കാണത്തില്ല എന്നൊക്കെ പറയും, പക്ഷെ അവസരം വരുമ്പോൾ ഒന്നിരുന്ന് ഇച്ചിരി നേരം
ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അതുപോലെ തന്നെ ചിലർക്കുണ്ട് പല പല സ്വഭാവങ്ങൾക്കും പല പല രീതിയില്ല. ഈ വേര് കിടപ്പുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം ഒരുങ്ങും എന്നുള്ളതാണ് രസം. ഇത് പൊക്കിക്കൊണ്ട് വരാൻ. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ, ഈ ഈശായി വേറായവനെ നമുക്ക് മുറുകെ പിടിക്കാം. അപ്പച്ച, നീ അല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ട. ഹല്ലേലൂയ, സ്തോത്രം. അപ്പച്ച, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഒരു കയ്പുള്ള വേരും മുളയ്ക്കണ്ട. കയ്പുള്ള വേര് മുളയ്ക്കുമ്പോഴാണ് കലക്കം ഉണ്ടാകുന്നത്. ആ കലക്കം ഒരാളിൽ ഈ ഒരു വേര് മുളച്ചാൽ മതി. പിന്നെ കലക്കം അത് സഭയിലേക്ക് അങ്ങ് പടരും. എന്നിട്ട് അവിടെ പിന്നെ അത് പ്രശ്നമായി തീരും. ഹല്ലേലൂയ. ഒരാൾ മറ്റേ ആളോട്, ഇയാളുടെ കയ്പ് കാരണം ആ കയ്പ് മറ്റേ ആളോട് ഷെയർ ചെയ്ത്, അത് മറ്റേ ആളോട് ഷെയർ ചെയ്ത്, അത് അടുത്ത ആൾ, അങ്ങനെ 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 പിന്നെ അങ്ങ് ഡിവൈഡ് ആവുകയാണ്. സ്തോത്രം. ഇതിനെല്ലാം കാരണം ഒരുത്തൻ്റെ ഉള്ളിൽ ഒരു കയ്പിൻ്റെ വേരിരുന്നത്. അത് മുളയ്ക്കാൻ അങ്ങ് അനുവദിച്ച് വിട്ട് കളയാതെ. ആമേൻ, സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെയുള്ള കയ്പിൻ്റെ വേര്, പിന്മാറ്റത്തിൻ്റെ വേര്, മറ്റു പാപസ്വഭാവങ്ങളുടെ വേര്, ഏത് വേരാണെങ്കിലും ഇന്ന് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. അപ്പച്ച, ഈ വേരെല്ലാം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് പറിച്ചു കളയണം കർത്താവേ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പച്ച, ഈശായി വേരായവൻ മാത്രം, യേശോപ്പച്ച, നീ മാത്രം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴണം. അപ്പച്ച, നീ ഞങ്ങളെ സഹായിക്കണം. ഹല്ലേലൂയ. കർത്താവ് ഒരു പർപ്പസോടു കൂടിയാണ് നമുക്ക് പ്രകാശനം തന്നത്. പരിശുദ്ധാത്മാവിനെ നമ്മളെ നിറച്ചത്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നൽകി തന്നത്, ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മളെ കേൾപ്പിക്കുന്നത്. ഇങ്ങനെ നമ്മുടെ മേൽ മഴ പെയ്ച്ച് നമ്മൾ ആ മഴ കുടിച്ച് എന്നിട്ട് എന്തുവാ മുളപ്പിക്കുന്നതെന്ന് ഇന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിന് ഇഷ്ടമുള്ളൊരു കാര്യമല്ല മുള്ളും ഞെരിഞ്ഞിനും. മുള്ള എപ്പോഴും അത് ഉപദ്രവം വരുത്തുന്നതാണ്, എപ്പോഴും ഹേർട്ട് ചെയ്യുന്നതാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ മുളച്ചു വരുന്ന വേരാണ് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്നത്. സ്തോത്രം. അത് ഏത് രീതിയിലും ആകാം. ആമേൻ. അതുകൊണ്ട് ഹല്ലേലൂയ, തിരിച്ചറിയുവാൻ നമുക്ക് കർത്താവ് കൃപ തരട്ടെ. ഹല്ലേലൂയ. ദൈവഹിതമല്ലാത്തതെല്ലാം മാറിപ്പോകട്ടെ. സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ട് കർത്താവിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ഫലം നമ്മളോട് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതല്ല. 30 പ്രൊഡ്യൂസ് ചെയ്തുള്ളൂ, 60 ഉള്ളൂ, 100 വേണമായിരുന്നെന്നല്ല പറയുന്നത്. 30, 60, 100 മേനി ഓക്കെ, നോ പ്രോബ്ലം. പക്ഷേ എന്തുവാ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് അവിടെ 30 കുറച്ച് കാണുന്നില്ല. 30, 60, 100 എന്താണേലും കുഴപ്പമില്ല. പക്ഷേ എന്തുവാ വരുന്നത്? 30 മേനി മുള്ളു വേണ്ട, 30 മേനി ഞെരിഞ്ഞിൽ വേണ്ട. സ്തോത്രം. എന്ത് പർപ്പസോടു കൂടി കർത്താവ് വചനം ഇട്ടിരിക്കുന്നുവോ അത് വേണം മുളച്ച് വരാൻ നമ്മുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ മുളച്ച് വന്നാൽ അവിടെ ഒരു പ്രോമിസ് ഉണ്ട്, അത് അനുഗ്രഹം പ്രാപിക്കുമെന്ന്. ആമേൻ. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്കൊരു അനുഗ്രഹം അടങ്ങിയിരിക്കുക. ദൈവം ചുമ്മാതിരിക്കുമോ? ഒരിക്കലുമില്ല. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നമ്മൾ നിൽക്കുമ്പോൾ ഹല്ലേലൂയ, തീർച്ചയായിട്ടും അവിടെ ഒരു അനുഗ്രഹമുണ്ട്. ഹല്ലേലൂയ. ഇതുപോലെ തന്നെ നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ പറ്റും. പഴയ നിയമത്തിലെ ഏശയ്യാപ്രവചനം, ഏശയ്യാപ്രവചനം 5-ാം അധ്യായത്തിനകത്ത്, ഏശയ്യാപ്രവചനം 5-ാം അധ്യായത്തിനകത്ത് അവിടെയും കിടപ്പുണ്ട് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അവിടെ ഏശയ്യാവ് 5-നകത്ത് കിടക്കുന്നത് ഞാനത് വായിക്കാം. ഏശയ്യാവ് 5-ന്റെ 1 തൊട്ട് 7 വരെ. ഞാൻ എൻ്റെ പ്രിയതമൻ അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയൻ്റെ പാട്ട് പാടും. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായൊരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കി കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരി വള്ളി നട്ടു. നടുവിലൊരു ഗോപുരം പണിതു. ഒരു ചക്കുമിട്ട് മുന്തിരിങ്ങ കായ്ക്കുമെന്നവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. ആകയാൽ യെരൂശലേം നിവാസികളും യഹൂദ പുരുഷന്മാരുമായുള്ളവരെ, എനിക്കും എൻ്റെ മുന്തിരിത്തോട്ടത്തിന് മധ്യേ വിധിപ്പിൻ. ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യാനുള്ളൂ? ഹല്ലേലൂയ. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നറിയാം, അത് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചത് എന്ത്? ആകയാൽ വരുവിൻ, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യുമെന്ന് നിങ്ങളോട് അറിയിക്കാം. ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളയും, അത് തിന്നുപോകും. ഞാൻ അതിൻ്റെ മതിലിടിച്ചു കളയും, അത് ചവിട്ടി മെതിച്ചു പോകും. ഞാൻ അതിനെ ശൂന്യമാക്കും, അത് വള്ളിത്തല മുറിക്കാതെയും കിളയ്ക്കാതെയും ഇരിക്കും. പറക്കാരെ മുള്ളും അതിൽ മുളയ്ക്കും. അതിൽ മഴ പെയ്ക്കരുതെന്ന് ഞാൻ മേഘങ്ങളോട് കൽപ്പിക്കും. സൈന്യങ്ങളുടെ യഹോവയുടെ മുന്തിരിത്തോട്ടം, അത് ശ്രദ്ധിക്കുക, ആരാ ഈ മുന്തിരിത്തോട്ടം? ഇസ്രായേൽ ഗൃഹവും അവൻ്റെ മനോഹരമായ നടുതല യഹൂദ പുരുഷന്മാരുമാകും. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. അപ്പം ഈ കർത്താവിൻ്റെ ഈ പ്രിയതമൻ്റെ ഒരു മുന്തിരിത്തോട്ടമുണ്ട്. ആ തോട്ടത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട്, രണ്ടാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഒരു നല്ല വക മുന്തിരിവള്ളി നട്ടു.
അമ്മേൻ ഒരു നല്ല വക മുന്തിരിവള്ളി നട്ട് കഴിഞ്ഞിട്ട് കാത്തിരിക്കുവാണ്. അതിന് വേണ്ടുന്ന എല്ലാം ചെയ്തു, എല്ലാ മഴയും പേപ്പിച്ച് വേണ്ടുന്ന എല്ലാം കൊടുത്ത് വന്നിട്ട് കാത്തിരുന്ന് വന്നപ്പോൾ എന്നെ വന്നേ കാട്ടുമുന്തിരിങ്ങ. ഹല്ലേലൂയ. ആമേൻ. ഇപ്പുറത്ത് നമ്മൾ കണ്ടു മുള്ളും ഞെരിഞ്ഞിലും. ഇവിടെ നമുക്ക് കാണാം അവിടെയും ഉണ്ടായിരുന്ന കാട്ടുമുന്തിരിങ്ങ അവരിൽ നിന്ന് വന്നത്. ഹല്ലേലൂയ. ആ കാട്ടുമുന്തിരിങ്ങയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? കാട്ടുമുന്തിരിങ്ങയുടെ ലക്ഷണങ്ങളാണ് അതിൻ്റെ താഴെ 8 തൊട്ട് ബാക്കി ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്തുവാ ഈ കാട്ടുമുന്തിരിങ്ങയാണ്. അമ്മേൻ. കാട്ടുമുന്തിരിങ്ങ എന്തുവാന്നുള്ളത് മൊത്തത്തിൽ നമ്മൾ പറയാൻ സമയമില്ല. പക്ഷേ എന്തായാലും ചില ഭാഗം മാത്രം നമ്മൾ കാണുവാണെങ്കിൽ നമുക്കറിയാം. അവിടെ എഴുതിയിരിക്കുന്ന അതിൻ്റെ 8-ാമത്തെ വാക്യം, തങ്ങൾ മാത്രം ദേശമധ്യേ പാർക്കത്തക്കവണ്ണം മറ്റാർക്കും സ്ഥലമില്ലാതാകുവോളും വീടോട് വീട് ചേർക്കുകയും വയലോട് വയൽ കൂട്ടുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. ഞങ്ങൾക്ക് മാത്രം മതി. എത്ര വിശ്വാസികളുടെയൊക്കെ വീടിൻ്റെ ചുറ്റും എത്ര അതിര് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ആമേൻ. എത്ര പ്രോപ്പർട്ടി ഇഷ്യൂസ് നടക്കുന്നുണ്ട്. എത്ര പേരുടെ വീട്ടിൽ സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ. വിശ്വാസികളാണ്. പക്ഷേ ഹല്ലേലൂയ ഞങ്ങൾക്ക് മാത്രം മതിയല്ല. സ്തോത്രം. തങ്ങൾ മാത്രം ദേശമധ്യ പാർക്കത്തക്കൊണ്ട് മറ്റാർക്കും സ്ഥലം ഇല്ലാതാകോളം വീടോട് വീട് ചേർക്കുകയും വയലോട് വയൽ കൂട്ടുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. ഇച്ചിരി മാന്തി അങ്ങനെ അങ്ങ് പോവാണ്. ദൈവത്തെ ആരാധിക്കുന്നവരുമാണ്. ഹല്ലേലൂയ. സ്തോത്രം. അതുപോലെ തന്നെ അതിന് താഴെ വീണ്ടും പറയുന്നുണ്ട്, അധികാലത്ത് എഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞു കുടിച്ച് മത്തരായ സന്ധ്യാസമയത്ത് വൈകിയിരിക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. അവരുടെ വിരുന്നുകളിൽ കിന്നരവും വീണയും തപ്പും കുഴലും വീഞ്ഞുമുണ്ട്, എന്നാൽ യഹോവയുടെ പ്രവൃത്തി അവർ നോക്കുന്നില്ല. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ അതിന് 21 പറയുന്നത്, തങ്ങൾക്ക് തന്നെ ജ്ഞാനികളായും തങ്ങൾക്ക് തന്നെ വിവേകികളായും തോന്നുന്നവർക്ക് അയ്യോ കഷ്ടം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ നമ്മൾ വായിച്ച് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ജീവിതത്തിൽ കൂടി വെളിപ്പെട്ട് വന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. പാട്ടുണ്ട്, കിന്നരമുണ്ട്, വീണയുണ്ട്, തപ്പുണ്ട്, കൂടെ മദ്യപാനമുണ്ട്. ആമേൻ. നല്ല വീഞ്ഞിൻ്റെ കാര്യമല്ല ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. യഹോവയുടെ പ്രവൃത്തികളെ അവർ വിചാരിക്കുന്നില്ല, നോക്കുന്നുമില്ല. എന്തെങ്കിലും പറഞ്ഞാലോ അവിടെ എൻ്റെ 18-19 കാണാം. ഇസ്രായേലിൽ പരിശുദ്ധൻ്റെ ആലോചന അടുത്ത് വരട്ടെ, നമുക്കറിയാമല്ലോ എന്ന് പറയുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാനൊരു ഇത് കേട്ടതാണ്. ഒരു ദേവദാസനെ വിളിച്ചപ്പം ആ ദേവദാസൻ പറഞ്ഞ്, ആ ദേവദാസനല്ല എടുത്തത്, വേറൊരാളാണ് എടുത്തത്. പക്ഷെ പറഞ്ഞത് ആ ദേവദാസന് ഇത്ര പൈസ കൊടുത്തെങ്കിൽ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. സ്തോത്രം. തിരക്കുള്ളൊരു ദേവദാസനാണ്. വളരെ തിരച്ചുകൊണ്ട് ഭയങ്കര ഒരു കഷ്ടത്തിൽ ഭയങ്കര മനസ്സ് ഒത്തിരി ഇടിഞ്ഞിരുന്ന ഒരു സമയത്ത് ഒരു സഹോദരി വിളിച്ചതാണ്. പല പ്രാവശ്യം വിളിച്ചിട്ട് കിട്ടിയില്ല. പക്ഷെ വിളിച്ചപ്പോൾ കിട്ടിയപ്പോൾ എടുത്തത് വേറെ കൂട്ടത്തിലുള്ള വേറെ ആൾക്കാരാണ്. അപ്പോൾ പാസ്റ്ററുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ അക്കൗണ്ട് ഡീറ്റെയിൽസ് തരാം, ആദ്യം ആ എമൗണ്ട് അടച്ചെങ്കിൽ പാസ്റ്റർ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. അപ്പോൾ നമ്മളിതൊന്നും ഉണ്ടാക്കി പറയുന്നതല്ല, ദൈവത്തിൻ്റെ വചനം അത് സത്യമാണ്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമുക്ക് ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. നമ്മൾ അവരെ ഇവരെ നോക്കാനല്ല, നമ്മുടെ മനസ്സിൻ്റെ നമ്മുടെ ഹൃദയത്തിൻ്റെ മോട്ടീവ്സ് എന്തുവാ ദൈവം അതെല്ലാം കാണുന്നുണ്ട്. ഇത് എൻ്റെ പ്രിയതമൻ അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയന് പാട്ടുകൂടെ, എൻ്റെ പ്രിയതമൻ ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേലൊരു മുന്തിരിത്തോട്ടമുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായൊരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം. അപ്പോൾ ആ കുന്ന് ഭയങ്കര നല്ല സോയിലാണ്, നല്ല വളരാൻ നല്ല പാകത്തിന്, ഒരു രീതിയിലും അവിടെ പന്ന മണ്ണല്ല. നല്ല ഭൂയിഷ്ടമായ സ്ഥലത്ത് നല്ല മുന്തിരിങ്ങ കൊണ്ട് നാട്ടാം. പക്ഷേ കണ്ടോ, ഹല്ലേലൂയ. സ്തോത്രം. ദൈവം കൂടെയുള്ള ജനം, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ജനം, ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടുന്ന ജനം, ദൈവത്തിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ദൈവജനത്തിന് ആലോചന കൊടുക്കുന്ന ജനം, ദൈവത്തെ ആരാധിക്കുന്ന ജനം, ആരാധനയും പ്രമാണവും വാഗ്ദത്തങ്ങളും ഒക്കെ ഉള്ളവർക്ക് ഹല്ലേലൂയ. സ്തോത്രം. കണ്ടോ, ഹല്ലേലൂയ. ജീവിതത്തിനകത്ത് ഇതേ രീതിയിലുള്ള സ്വഭാവത്തിനകത്ത് വരുന്ന മാറ്റങ്ങൾ നിമിത്തം വരുന്ന കണ്ടോ കാട്ടുമുന്തിരിങ്ങ. ഈ കാട്ടുമുന്തിരിങ്ങയാണ് ഈ പറഞ്ഞ, നിങ്ങൾ സമയമുള്ള പോലെ വായിച്ചു നോക്കുക. അയ്യോ കഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ഭാഗങ്ങളിൽ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. ഇതെല്ലാം ഹല്ലേലൂയ നമ്മുടെ സ്വഭാവത്തെ ഞാൻ ചിന്തിക്കുമായിരുന്നു. ആദാമും ഹവായും പാപം ചെയ്തപ്പോൾ അവർക്ക് നഗ്നരെന്ന് തോന്നി, അവർക്കൊരു നാണം വന്നു അന്നേരം, അല്ലേ?
എന്നിട്ട് അവർ എന്നാ ചെയ്തേ? അവർക്ക് ആ നാണം കാരണം അവർ പോയി ഒളിച്ചു. അമ്മേ, അവർ പോയി ഒളിച്ചു. എന്നിട്ട് കർത്താവിന് ചോദിക്കേണ്ടി വന്നു, ആദാമേ നീ എവിടെയെന്ന്. കർത്താവിന് അറിയാം അവിടെ ഇരിക്കുന്നത്. പക്ഷെ എന്നാലും ഹല്ലേലൂയ, ആദാമാണ് ആദ്യത്തെ ടൈലർ. സ്തോത്രം. അത്തിയില എടുത്ത് കൂട്ടിത്തുന്നി അവരെ നല്ല ഉടുപ്പൊക്കെ ഇട്ട് അവരുടെ ഉടുപ്പിട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നിട്ട് പോയി ഒളിച്ചിരിക്കുവാണ്. അപ്പോൾ കാരണം എന്തുകൊണ്ട്? അവർ നഗ്നരെന്ന് അവർ തിരിച്ചറിഞ്ഞു. എന്നിട്ട് അവർ ദൈവസന്നിധി നിൽക്കാൻ കഴിയാതെ അവർ പോയി ഒളിച്ചു. ഹല്ലേലൂയ. പക്ഷെ ലവുദിക്യ സഭയിൽ പറയുന്നത് കണ്ടോ, നീ നഗ്നനും കുരുടനും അരിഷ്ടനുമായിരിക്കെ നീ അത് അറിയുന്നേ ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഈ പാപസ്വഭാവത്തിലാണ് കിടക്കുന്നതെന്നും ഈ സ്വഭാവത്തിലാണ് ഇരിക്കുന്നതെന്നും തങ്ങളുടെ നഗ്നത പോലും തിരിച്ചറിയാതെ ദൈവസന്നിധിയിൽ എന്ത് ബോധത്തോടെ എന്ത് ധൈര്യത്തോടെ വന്ന് നിൽക്കുന്നത്. സ്തോത്രം. എന്തെല്ലാം കാണിച്ചിട്ടാണ് വന്ന് നിൽക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അവൻ ഒരു ആദാമുഹവ അറ്റ്ലീസ്റ്റ് ഓടി ഒളിക്കുകയെല്ലാം ചെയ്തു. ഇത് അതിനും മടിയില്ലാതെ ഞങ്ങൾക്കെല്ലാം ഉണ്ടല്ലോ, ഇത് മതി, ഞങ്ങൾ എല്ലാത്തിനും വരുന്നത്. എൻ്റെ ദൈവസന്നിധി വേണ്ട നിൽക്കുക നിവർന്ന്. ഒരു നാണവും ഇല്ല, എന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. സ്തോത്രം. പൈസ പുറകിൽ നിന്ന് പിരിച്ചാലും ശരി, നോ പ്രോബ്ലം. സഭയിൽ ഇന്നും കാണും ശുശ്രൂഷകരായി തന്നെ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അവരറ്റ്ലീസ്റ്റ് ഒളിക്കുകയെല്ലാം ചെയ്തു. ഒളിക്കുകയും ചെയ്യുന്നില്ല, നഗ്നരെന്ന് പോലും തിരിച്ചറിയുന്നില്ല. അപ്പോൾ ഇപ്പോഴത്തെ സമയം നോക്കിക്കേ. ഹല്ലേലൂയ. സ്തോത്രം. അതാണ് തിരിച്ചറിയുക പോലും ചെയ്യാതിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ലവുദിക്യ സഭ നിൽക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. കാട്ടുമുന്തിരിങ്ങ അല്ല. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. മുള്ളല്ല, ഞെരിഞ്ഞിലല്ല. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ദാവീദിൻ്റെ വേരായവൻ, ഹല്ലേലൂയ, ഇശായി വേരായവൻ നമ്മുടെ ഉള്ളിലായിരിക്കട്ടെ. ഹല്ലേലൂയ. ഈ കർത്താവിൻ്റെ വചനം നമ്മളിൽ ക്രിയ ചെയ്യട്ടെ. ദൈവഹിതമല്ലാത്തതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. അത് ഏതായിക്കോട്ടെ. ഹല്ലേലൂയ. പാപമാകട്ടെ, പിന്മാറ്റത്തിൻ്റെ ആയിക്കോട്ടെ, പാരമ്പര്യത്തിൻ്റെ ആകട്ടെ, ലോകത്തിൻ്റെ വേരാകട്ടെ, ഏത് വേരാണെങ്കിലും ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അത് പറിച്ചു കളയുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. അപ്പച്ചാ, നിൻ്റെ ശക്തി ഇല്ലാതെ ഞങ്ങൾക്കത് പറ്റത്തില്ല കർത്താവേ. നിൻ്റെ ശക്തി ഇല്ലാതെ പറ്റത്തില്ല. ഞങ്ങളിൽ നിന്ന് വേണ്ടാത്ത വേരുകളെല്ലാം പറിച്ചു ദൂരെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ അങ്ങനത്തെ വേരുകളെല്ലാം കരിഞ്ഞു പോകട്ടെ. ഹല്ലേലൂയ. അതോടൊപ്പം ഇനി വേറെ ഒന്ന് ശത്രു കൊണ്ട് വിതയ്ക്കാനും ഇടയാകാതിരിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ കാര്യങ്ങളിൽ നമ്മൾ തന്നെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. ഈശായി വേരായവരിൽ ഈ യേശുവചന തന്നെ നമുക്ക് വേരുന്നാം. ഹല്ലേലൂയ. സ്തോത്രം. എന്തു വന്നാലും ഹല്ലേലൂയ. സ്തോത്രം. എന്തു വന്നാലും അപ്പാ, നിന്നെ വിട്ടു പോകുന്നൊരു പരിപാടിയില്ല. സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ വിട്ടു പോകുന്ന പരിപാടിയില്ല ഞങ്ങൾക്ക്. ആ ഒരു തീരുമാനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. ദീർഘക്ഷമയാലും വിശ്വാസത്താലും വാഗ്ദത്തങ്ങളെ കൈവശമാക്കുന്ന അന്യകാരികളായി തീരും. നമുക്ക് അവരെ നമുക്ക് അനുകരിക്കാം. ഇതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്. ഹല്ലേലൂയ. അല്ലാതെ ഓടിച്ചാടി നമ്മൾ കോംപ്രമൈസ് ചെയ്യാനോ വിട്ടിട്ട് പോകുന്നതിലേക്ക് തിരിച്ചു നോക്കുവാനോ മറ്റ് പാപങ്ങളിൽ പിന്നെയും മുഴുകി ജീവിച്ചേച്ച് പിന്നെ ചർച്ച വന്നിന്ന് ഷോ കാണിക്കാനോ ഇതൊന്നുമല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ഈ ഇശായി വേരായവനെ ജാതികൾ അന്വേഷിച്ച് വരും. ഇന്ന് ഈ ഇശായി വേരായവൻ ഇരിക്കുന്നത് എവിടെയാ? നമ്മളിലാ. ഹല്ലേലൂയ. നമ്മുടെ അടുത്താണ് അപ്പോൾ അവർ വരണ്ടേ. സ്തോത്രം. അപ്പോൾ ഈ വേരിൽ നിന്ന് മുളച്ച് വരുന്നതല്ലാതെ വേറെ വേരിൽ നിന്ന് മുളച്ചിരിക്കുന്നതാണ്ട് വല്ലവരും വരും, ഓടും. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ജാതികൾ അന്വേഷിച്ച് വരട്ടെ ഈ ദിവസങ്ങളിൽ. ഹല്ലേലൂയ. നിങ്ങളെവിടെയാണ് പോകുന്നത്? നിങ്ങളെവിടെ ആരാധിക്കുന്നത്? നിങ്ങളുടെ ദൈവം ആരാ? ഹല്ലേലൂയ. സ്തോത്രം. ഇങ്ങനെയെല്ലാം ഹല്ലേലൂയ. സ്തോത്രം. അനേകർ ഓടി വരാൻ ഇടയായി തീരട്ടെ. ഈ വേര് മാത്രം നമ്മുടെ ഉള്ളിൽ ഇരിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം നമുക്ക് സൗമ്യതയോടെ കൈക്കൊള്ളാം. ദൈവം ആഗ്രഹിക്കുന്ന ഫലം നമ്മളുടെ കൂടി പുറപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് നിശ്ചയമായിട്ട് നമ്മളെ സഹായിക്കും. കർത്താവ് കൈവിട്ട് കളയത്തില്ല നമ്മളെ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളിത് പുറപ്പെടുവിച്ചാൽ ഹല്ലേലൂയ ഉറപ്പായിട്ടും അവിടെ ഒരു അനുഗ്രഹം കിടക്കും. ആ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് ഹല്ലേലൂയ അബ്രഹാം പിന്മാറിപ്പോയില്ല. സ്തോത്രം. ഹല്ലേലൂയ. യാക്കോബ് പിന്മാറിപ്പോയില്ല. ഇസ്ഹാക്ക് പിന്മാറിപ്പോയില്ല. ഹല്ലേലൂയ. യേശു അപ്പച്ചൻ ക്രൂശിലെ മരണം വരെ തന്നെത്താൻ താഴ്ത്തി ക്രൂശിനെ സഹിച്ചുവെങ്കിൽ ഹല്ലേലൂയ ഇത്രമാത്രം സ്നേഹമാ നമ്മോടുള്ളതെങ്കിൽ ഹല്ലേലൂയ നമ്മളിനി എന്തിനാ യേശു അപ്പച്ചനെ ക്രൂശിക്കുന്നത്? ആമേൻ. ഹല്ലേലൂയ. അത് നമുക്ക് വേണ്ട. സ്തോത്രം. അതുകൊണ്ട് ദൈവഹിതമല്ലാത്ത സകല വേരുകളും നമ്മളിൽ നിന്ന് കരിഞ്ഞു പോകുവാൻ കർത്താവിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കാം. കർത്താവിനുവേണ്ടി അധികം പ്രയോജനമുള്ളവരായി തീരാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.